A new initiative to change the face of Wayanad has now started in Wayanad Lakdi. There are surprises here waiting for you too. Tanzania Adventure Park with floating market. നമ്മളിന്ന് വയനാട്ടിലാണുള്ളത്. വയനാട്ടിൽ ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി പാർക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എല്ലാം കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെയൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാർക്കിൽ പോകണോ? പാർക്കിൽ പോകണോ കുഞ്ഞു? ആ, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള മൂഡിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ആ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നമുക്കിനി പാർക്കിൻ്റെയും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെയും കാര്യങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, അൽത്തൂട്ടാ പോവല്ലേ? കയറുവാ പോവാട്ടോ. ഇതിനെന്താ പറയാ, ഇതെന്താ കേവാ? എടക്കൽ കേവ് പോലെ അല്ലേ? ഒരു കേവ് പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. നല്ല രസമുണ്ട്. കിഡ്സ് പാർക്കിലാട്ടോ ആദ്യം പോകുന്നത്. പിള്ളേർക്കൊരു എൻജോയ്മെൻ്റ് ആട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം പിള്ളേരെ കയറ്റി ഒന്ന് എൻജോയ് ചെയ്യിപ്പിച്ച് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. കുഞ്ഞു റെഡി അല്ലേ? പിള്ളേരെ കയറ്റി വിട്ടു കേട്ടോ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.
so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlight, summer sky. എങ്ങനെയുണ്ടായിരുന്നു അല്ലു? അടിപൊളിയാ. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് കുഞ്ഞു? അടിപൊളിയാ. കൊച്ചു സ്വന്തം ഓടിച്ചാ? ആണാ? കൊറേ നേരം ഓടിച്ചു? പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ. We're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. ഇത് വാട്ടർ പാർക്കാണ് കേട്ടോ. നമ്മൾ മിറർ മേസ് എന്ന് പറയുന്ന ഒരു മാജിക് മിറർ സെറ്റപ്പിലേക്ക് പോകാം കേട്ടോ. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു ഓപ്പണിങ് കണ്ടു കഴിഞ്ഞാൽ പോട്ടെ കേട്ടോ. എല്ലാം മിററാട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. എല്ലാം മിററായതുകൊണ്ട് നല്ല രസമുണ്ട്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. എല്ലായിടത്തും വഴിയാട്ടോ. ഇതിലെ വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആട്ടോ. അമ്പോ വഴി തെറ്റിപ്പോയി. നിന്നിപ്പോ അവിടെ എത്തുവോ? അതൊക്കെ പോ. വഴിയൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഒരു വഴിയും മനസ്സിലാകുന്നില്ല. നമ്മളിവിടെ കുടുങ്ങി പോസ്റ്റായിട്ട് ഇരിക്കുക. അടിപൊളി സാധനം കേട്ടോ. അത് ഒന്നും മനസ്സിലാകുന്നില്ലേ എങ്ങോട്ടാ പോകേണ്ടത്. നമ്മളിവിടെ ഒരു സെന്ററിൽ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റക്കായി പോയിട്ടോ. മനസ്സിലാകുന്നില്ല എങ്ങോട്ടാ പോകണ്ടേ. തൊട്ട് നോക്കിയേ. ചേടാ ഇതായാലോ. ഇതിപ്പോ അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അങ്ങോട്ട് തന്നെ ആയിരിക്കും മിക്കാറും. നല്ല സെറ്റപ്പ്. അത് വഴിയൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളിവിടെ പോസ്റ്റായി പോയി. ട്രാഫിക് ബ്ലോക്കാ? ഇതിപ്പോ പെട്ടുപോയല്ലോടാ. എല്ലാം മനസ്സിലായോ? ഇത്ര നേരം നോക്കിയിട്ട് നിങ്ങൾ ഇത് എത്തിയായിരുന്നാ? ഏതായാലും മിറർ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയിലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ലിറ്ററലി നമ്മൾ പെട്ടുപോകും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വഴി അറിയാണ്ട് കുറേ നേരം ബുദ്ധിമുട്ടി. അവസാനം ഞാൻ ഫോൺ വിളിച്ചാലോ എന്ന് അവർ ആലോചിച്ചിരിക്കുമ്പോഴാണ് പിന്നെ അവർ തന്നെ വന്ന് തുറന്നു തന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു 16D സിനിമാസ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമുക്കതൊന്ന് കാണാം. അടിപൊളി സംഭവമാണ്.
അടിപൊളിയായിരുന്നാ? എങ്ങനെയുണ്ടായിരുന്നു? ആണോ? എങ്ങനെയാണ് പാമ്പ് കടിക്കാൻ വന്നാ? ആ ഞാൻ കൊതുക് കുത്താൻ വന്നപ്പോ പറപ്പിച്ചു വണ്ടി വെച്ചു 3D കണ്ടതിന്റെ 3D അല്ല കേട്ടോ, 16D സിനിമാസാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല എഫക്റ്റ് ആയിരുന്നു. പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. അഞ്ജലി, നിങ്ങൾ നോക്കിയേ, എന്തേലും പറ. എങ്ങനെ ഉണ്ടായിരുന്നു ജയൻ സിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോഴും നിറം മാറിയിട്ടില്ല. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ടീൻസാനിയ അഡ്വഞ്ചർ പാർക്ക്? സൂപ്പറായിരുന്നു അല്ലേ? ജിയോക്കോട്ടെ എങ്ങനെയാണ്? സൂപ്പറാ. അൽദു സൂപ്പറായിരുന്നോ? സൂപ്പറായിരുന്നാടാ? ഇഷ്ടപ്പെട്ടാ? പിന്നെ ഒരു മുഖത്തിന് തെളിച്ചം. അവന് സിപ്ലൈനെ കയറാൻ പറ്റാത്ത വിഷമം കേട്ടോ. സിപ്ലൈനെ പിള്ളേർക്കുള്ള ബാക്കി എല്ലാത്തിലും കയറി എല്ലാവർക്കും ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയൊക്കെയാണ് ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കിന്റെ കാഴ്ചകൾ. എല്ലാവരും കണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്കുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഓരോ റൈഡിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും അടിപൊളിയാണ്, നല്ല ഹൈജീനാണ്. ഇനിയും ഒത്തിരി റൈഡുകൾ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യാനായിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് വരും, അടിപൊളിയായിട്ട് വരും. വയനാട്ടിലെ ലക്കിടിയിലെ ഈ മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരിക്കും.
അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരിക്കും തീൻസാനിയ അഡ്വഞ്ചർ പാർക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പാർക്കിൽ ഞാൻ വരാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അത് കാരണം എൻ്റെ സുഹൃത്തായ അൻഷാദ് അലി എൻ്റെ സുഹൃത്താണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്. നിങ്ങൾ ഗ്ലോബൽ വില്ലേജിലെ എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അൻഷാദ് അലിനെ. അപ്പോൾ അൻഷാദ് അലി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹമാണ് ഇതിൻ്റെ അകത്തെ വൺ ഓഫ് ദ പാർട്ട്ണർ. അപ്പോൾ അൻഷാദാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത് തന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അൻഷാദിനോടും അൻഷാദിൻ്റെ മറ്റു പാർട്ട്നേഴ്സിനോടും വളരെയധികം നന്ദി പറയുന്നു. ഏതായാലും വളരെ ഉഗ്രനായിട്ടുള്ള പാർക്ക് തന്നെയാണ്. വയനാട്ടിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വയനാട് ചുരം കയറി ഇങ്ങ് വരുന്ന സമയത്ത് തന്നെ ലക്കിടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലക്കിടി ചുരം കയറി ലക്കിടിയിൽ എത്തിയ കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പാർക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, വയനാട്ടിൽ വന്നുമായി നല്ലൊരു പാർക്കിൽ പോയിന്നുമായി. മാത്രമല്ല ഇവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടും വളരെ വൃത്തിയുള്ള ഒരു പാർക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളും മുതിർന്നവർക്കും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 16D തിയേറ്റർ, അതുപോലെ തന്നെ മിറർ വാള്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം നല്ല മികച്ച രീതിയിൽ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അത് നല്ല രസമാണ് കേട്ടോ. ഒത്തിരി ഐറ്റംസ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സ്പൈസസ്, അതുപോലെ തന്നെ ചായപ്പൊടി, മറ്റ് സാധനങ്ങളൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു നല്ല കോൺസെപ്റ്റാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അതുകൂടെ നമ്മൾ വിചാരിക്കണം. കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അൻഷാദ് ദുബായിൽ ഗ്ലോബൽ വില്ലേജിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അതേ ഒരു മാതൃകയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അൻഷാദിൻ്റെ ആ ഒരു സംരംഭത്തെ ഞാൻ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. ഇത്രയ്ക്കാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.